അപ്പോൾ വ്ളോഗ്രാഫർ 3 എന്താണ് കാക്കോന് ജോലി? ഓൻ എന്താണ് ചെയ്യണത്? ഓൻക്ക് എവിടെയാണ് ജോലി? ഓന്റെ അപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം. അപ്പൊ ഓല് പകരം വീട്ടാണ്. ഞാൻ ഓലെ എന്താ എക്സാമിനായിട്ട് ചോദിച്ചപ്പോളേ ഒരു പകരം വീട്ടാണ്. അപ്പൊ ഞാനും ചെയ്യണം അത്ര. ഞാൻ എന്താ ചെയ്യണമെന്ന് പറയണത്. അതുപോലെ രണ്ടാം +2 ആണ്. ഇപ്പൊ മോഡൽ എക്സാം ആണ്. ഈ ഫൈനൽ എക്സാം ആവാനായിക്കണു. അത് നമ്മൾ പറഞ്ഞല്ലോ. താങ്കളുടെ കാര്യം പറയൂ. എന്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ മോഡൽ എക്സാം കഴിഞ്ഞാൽ അവളെ കഴിഞ്ഞ്. ഇനി ഞാൻ പറയാം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, ഇന്നെ പലരും കണ്ടിട്ടുണ്ടാവും നമ്മളെ പെരിന്തൽമണ്ണ ജൂബിലി ഹോട്ടലിൽ ഒരു ഓഡിറ്റോറിയത്തില് ഞാൻ അവിടെ ഉണ്ടാവലുണ്ട്. അവിടെ പ്രോഗ്രാം വന്നൊരു കല്യാണമാണല്ലോ, ഓഡിറ്റോറിയം ആണല്ലോ. അപ്പൊ കല്യാണത്തിന് വന്നവരെ കണ്ടിട്ടുണ്ടാവും. അതായത് ഇന്നവിടെ കണ്ടിട്ടുണ്ടാവും. ഞാൻ അവിടെ വർക്ക് ചെയ്യാണ്. ഞാൻ അവിടുത്തെ ഒരു തൊഴിലാളിയാണ്. അതായത് സംഭവത്തിൽ ഞാനും വാപ്പ ഞാനും ഇവിടെ നോക്കിയെടുത്തിട്ടുണ്ട്. ഇതും ഇടക്ക് വരലുണ്ട്. ഞാനും ഇടക്ക് വായിക്കുന്നുണ്ട്. പല ഷൂട്ടിംഗ് സെറ്റിങ്ങും അതിൻ്റെ ഉള്ളിൽ അവിടെ ഓഫീസിൽ ഉണ്ടാവും അല്ലേ. ലാസ്റ്റ് ഒരു അടുത്ത് അതിന്റെ ഓഫീസിൽ നിന്നാണ്. അപ്പൊ ഓഡിറ്റോറിയം ഞാൻ പിന്നെ ഒരു ദിവസം വ്ളോഗ് കാണിക്കണ്ട ഓഡിറ്റോറിയം. ഓക്കെ. അപ്പൊ വേറൊരു ദിവസം ഓഡിറ്റോറിയം വ്ളോഗ് കാണിക്കും. ഓക്കെ. ഇനി ഒരുപാട് വ്ളോഗുകൾ ഉണ്ടാവും. ഇതിൽ എക്സാം കഴിയട്ടെ. ആ ഒരു ഗ്യാപ്പ് ഇട്ടു. ഓഡിറ്റോറിയം ഹോം ടൂർ ചെയ്യുന്നതാണ്. ഹോം ടൂർ, യെസ്. ഓഡിറ്റോറിയം ഹോം ടൂർ, ഓരോ സെറ്റിംഗ്സ്. ഇത് വേറൊരു എല്ലാ ഓഡിറ്റോറിയം പോലെ അല്ല. ഇതൊരു പ്രത്യേക ഓഡിറ്റോറിയമാണ്. ആരും കാണാത്തൊരു ഓഡിറ്റോറിയമാണ്. അത് ഹാള് മാത്രമല്ല, ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയെടുത്താണ് ഞാനും. ഓക്കെ. അപ്പൊ രാവിലെ 9:00 ഓഫീസ് നീച്ച് ഇവിടുന്ന് അവിടെ എത്തണം. ഓഫീസ് തുറക്കണം എന്നാണ്. രാത്രി 7:00 വരെയാണ് ടൈം. പ്രോഗ്രാം ഉള്ള ദിവസം അത് ചിലപ്പോൾ 8:30 9:30. ഇനി പ്രോഗ്രാം ഉള്ള രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ക്ലീനിങ്കാർ കയറിയ ഒരു 4 മണിക്കൊക്കെ വീട്ടിലെത്തി തിരിച്ചിട്ട്. വെളിച്ചക്ക് 4 മണിക്ക്. അതാണ് എന്റെ വർക്ക്. പക്ഷെ അത് ശനി ഞായറും ആണ് കൂടുതൽ വർക്ക് ഉണ്ടാവില്ല. മാസത്തിലൊരു 5 8 10 വരെ വർക്ക് വരലുണ്ട്. ബാക്കി 20 ദിവസം ഫ്രീ ആണെന്നല്ലേ? അല്ല, ബാക്കി 20 ദിവസം ഞാൻ ഓഫീസിൽ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് ഫോണിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് ഇങ്ങനെ ആലോചിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയാൽ അത് സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിലിടും. ഇതിലൊക്കെ ഗ്രൂപ്പിലുണ്ട്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതായത് ആ ഗ്രൂപ്പിലിടും. എന്നിട്ട് എന്ത് ചെയ്യും, അത് സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് ഫുൾ സ്ക്രിപ്റ്റ് ചെയ്തൂല, ഒരു പോയിന്റുകൾ മാത്രം, ആ മെയിൻ പോയിന്റ്സ് എഴുതി തരും. പിന്നെ അതൊരു ഫ്രീ ഷൂട്ടിങ്ങിന്റെ 2 ദിവസം മുമ്പ് സ്ക്രിപ്റ്റ് ആക്കും. അപ്പൊ എന്ത് പറയണം, ഞാനെന്ത് പറയണം, ഇതെന്ത് പറയണം, ആ സ്ക്രിപ്റ്റ് വെച്ച് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയാൽ ഒരു മണിക്കൂറിന്റെ ഷൂട്ടിങ് കഴിയൂലേ. ഇതെല്ലാം 1 മണിക്കൂർ ഷൂട്ട് ചെയ്ത് എല്ലാം ഷൂട്ട് ചെയ്ത് അത് പിന്നെ എഡിറ്റിംഗ് ആണ് വരിക. എഡിറ്റിംഗ് അങ്ങനെ ചെയ്യല്. എഡിറ്റിംഗ് ചെയ്ത് പിന്നെ ഡബിങ് ആണ്. നിങ്ങൾ ഇപ്പോൾ ഈ രാത്രി ഇങ്ങനെ ഒരു കാറിന്റെ ഉള്ളിൽ, ഓക്കെ, എഡിറ്റിംഗ് നമ്മൾ രാത്രി കാറിനുള്ളിൽ കൂടിങ്ങാണ്ട് ചെയ്യും ഡബിങ്. ആ ഡബിങ് കഴിഞ്ഞാൽ പിന്നെ മ്യൂസിക് കൊടുത്ത് മൊത്തത്തിൽ കട്ട് ചെയ്ത് എല്ലാ സെറ്റിങ് ചെയ്ത് പോസ്റ്റ് ചെയ്യലും ഒക്കെ നമ്മൾ ചെയ്യണം. ഇതാണ് എന്റെ വർക്ക് പ്രഷർ എന്താ വെച്ചാൽ ചെറിയ ഇല്ല. ചെയ്ത് ശീലായ നമുക്ക് ഏത് ജോലിയും ചെയ്ത് ശീലായ സെറ്റാണല്ലോ. കാന്താരക്ക് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന പോലെ നമ്മളെ ഇതിന് റയാൻ ഷെഡ്ഡി അതിപ്പോ എല്ലാ കൂട്ടത്തിലും ഒരാള് ഇറങ്ങിയാലും നടക്കുള്ളൂ. പക്ഷെ വൈകാതെ പഠിക്കും. എന്നിട്ട് ഓരോരോ ഏൽപ്പിച്ച് തരും. ഓക്കെ. എഡിറ്ററാണ് എനിക്ക് അറിയാം. ഗിംബലിനെ വെച്ചത് ഇല്ലേ? മുനീഫ് ഗിംബല് എങ്ങനെ വെച്ചു. അപ്പൊ ഞാൻ ഇച്ചായ നോക്കലരുത് പറഞ്ഞോട് അയച്ചിട്ടില്ലേ? അപ്പൊ ഇതാണ് എന്റെ വർക്ക് പ്രഷർ. ഇന്നും ചോദിക്കാണ്ടോ? നമ്മൾ അടുത്തത് വരുന്നത് ഹോം ടൂർ ഹോം ടൂർ ആയിട്ട് ഓഡിറ്റോറിയത്തിന് ഹോം ടൂർ അടുത്തതെന്നല്ല, എപ്പോഴും നമ്മൾ ചെയ്യും. ഗ്യാപ്പ് കിട്ടണം. കാരണം ഞാൻ മാത്രം പോരപ്പിലും വേണം. അപ്പൊ ഇതാണ് നമ്മുടെ 3ാമത്തെ വ്ളോഗ്. ഇനി വ്ളോഗ് നമ്പർ 4 വൈകാതെ വരും. ഓക്കെ. ബൈ ബൈ അണ്ണ. നജും പറഞ്ഞ അപ്പൊ ബൈ 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 ബൈ. ഓക്കെ ഓക്കെ.